ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി പോസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കേട്ടോ. നമുക്ക് കുങ്കുമപ്പൂ വെച്ച് ഉള്ള ഫേസ് പാക്കൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഒരു 4-5 വർഷം മുന്നേ കുങ്കുമ സഫറോണിൻ്റെ ഒരു ക്രീം നിങ്ങൾക്ക് ഇട്ടിരുന്നു. ഇത് ഞാൻ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന 2-3 വ്യത്യസ്തമായ ക്രീമും ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കുങ്കുമപ്പൂ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നല്ല വില കൂടിയതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഗർഭിണികളൊക്കെ കുഞ്ഞുങ്ങൾ വെളുക്കുന്നും പറഞ്ഞ് പാലിലൊക്കെ ഇട്ട് കുടിക്കും. അങ്ങനെയൊക്കെ ഒത്തിരി അങ്ങനെ നമുക്ക് പൊതുവായൊരു വിശ്വാസമുണ്ട്. സ്കിന്നിലെ ടോക്സിൻസൊക്കെ പോകുന്നതിനും സ്കിൻ വെളുക്കുന്നതിനും യൂത്ത്ഫുൾ ലുക്ക് കിട്ടുന്നതിനും എല്ലാം കുങ്കുമപ്പൂ നല്ലതാണെന്ന് പണ്ട് മുതലേ ഉള്ളൊരു നമ്മുടെ വിശ്വാസമാണ്. അപ്പോൾ ഇത് നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്താലും ഈ ഗുണങ്ങളൊക്കെ തന്നെ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന്, യൂത്ത്ഫുൾ ലുക്ക് മാത്രമല്ല, സ്കിന്ന് ബ്രൈറ്റ് ആവും. എങ്ങനെ ബ്രൈറ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ UV റേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ്, പ്രോപ്പർട്ടീസ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും എല്ലാം UV റേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ UV റേസ് മൂലം നമ്മുടെ സ്കിന്നിൽ ഏൽക്കുന്ന എല്ലാവിധമായ ഡാമേജുകളും നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഗ്ലോ കിട്ടുന്നതിന്, പിന്നെ നമ്മുടെ ഉള്ള കളറ് കേട്ടോ, ഓൾറെഡി നമുക്ക് ഉള്ള കളറ് പ്രായം ചെല്ലും തോറും ഡിമ്മായി വരുമല്ലോ. അപ്പോൾ അതിനെ ചെറുത്ത് നിർത്തുന്നതിനും എല്ലാത്തിനും സഫ്രോൺ നമ്മൾ കഴിക്കുന്നതും അതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതും എല്ലാം നല്ലതാണ് കേട്ടോ. പിന്നെ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖക്കുരു പോലുള്ള അങ്ങനെയുള്ള മുഖക്കുരു ഉള്ളവർക്കും പിന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ചുളിവുകളും അരകളും ലാഫ് ലൈൻസും ഒക്കെ പോകുന്നതിനും ഇത് നല്ലതാണ്. പിന്നെ വേറെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നോ, ഈ ഫ്രിക്കിൾസ് കുത്തുണ്ടാവുന്ന ഈ ബ്രൗൺ നിറത്തിലുള്ള കുത്തുകൾ, കറുത്ത കുത്തുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എക്സ്ഫോലിയേഷനാണ്, നമ്മുടെ സ്കിന്ന് ഡെഡ് സ്കിൻ പോകുന്നതിന് ഏറ്റവും നല്ല ഒരു റെമഡിയാണ് ഈ കുങ്കുമപ്പൂ. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കറുത്ത പാടുകൾ, അതുപോലെ ഫ്രിക്കിൾസ്, അങ്ങനെയുള്ള പിഗ്മെൻറ്റേഷൻ, ഇതെല്ലാം നമുക്ക് പോകുന്നതിന് സഹായിക്കും. ഇപ്പം നമ്മൾ ഒത്തിരി പുതിയ കോസ്മെറ്റിക്സൊക്കെ ഇറങ്ങിയതുകൊണ്ട് മിക്കവാറും എല്ലാവരും ഇതാണല്ലേ ഉപയോഗിക്കുന്നത്. കോസ്മെറ്റിക്സൊക്കെ വാങ്ങിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേങ്കിൽ പണ്ട് കാലങ്ങളിൽ നമ്മുടെ മെയിൻ സൗന്ദര്യ സംരക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞളും അതുപോലെ കുങ്കുമപ്പൂ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു നമ്മുടെ വീടുകളിൽ. ചന്ദനം അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ, വെളുത്ത ചന്ദനം, അതുപോലെ റെഡ് സാൻഡൽവുഡ്, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് അല്ലേ. അപ്പോൾ അതെല്ലാം നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ കോസ്മെറ്റിക്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷേ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഗ്രാജുവലി ആയി. ഇപ്പം നമ്മൾ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുമ്പോഴുള്ളൊരു കുഴപ്പം എന്താണെന്നോ, നമ്മൾ നിർത്തുമ്പോൾ അതങ്ങോട്ട് നമ്മൾ അത്രയും നാൾ നമുക്ക് കിട്ടിക്കുന്ന ഫെയർനെസ്സൊക്കെ അങ്ങ് പോകുമല്ലേ, നിർത്തി കുറച്ച് കളയുമ്പോൾ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നാച്ചുറലായിട്ടുള്ള ഗ്ലോ ഇതങ്ങ് നിലനിൽക്കും. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നിർത്തിയാലും ഒക്കെ ആ നാച്ചുറൽ ഗ്ലോ നമുക്ക് കിട്ടും. അതാണ് ഈ കുങ്കുമപ്പൂവിന് എടുത്തു പറയാവുന്ന ഒരു ഗുണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിനാവശ്യമുള്ളത് അലോവേറ ജെല്ലാണ്. അതും UV റേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും അതുപോലെ നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്. പിന്നെ സ്കിന്നിലുള്ള ഡാമേജ്, ചുളിവുകൾ, റിങ്കിൾസ്, ഫ്രിക്കിൾസ് ഇതെല്ലാം പോകുന്നതിനും എല്ലാത്തിനുപരി നമ്മുടെ ബ്ലാക്ക് സെൽസൊക്കെ പോയി വൈറ്റ് സെൽസ് വരുന്നതിനും. അപ്പോൾ ബ്ലാക്ക് സെൽസ് പോകുമ്പോൾ തന്നെ പിഗ്മെൻറ്റിനൊക്കെ നല്ല വ്യത്യാസം വരും അല്ലേ, പിഗ്മെൻറ്റൊക്കെ പോകുമെന്ന് തന്നെ പറയാം. അപ്പോൾ അതാണ് അലോവേറ ജെല്ലിൻ്റെ ഗുണം. പിന്നെ നമ്മളിതിൽ ഉപയോഗിക്കുന്ന മഞ്ഞളാണ്. മഞ്ഞളെന്ന് പറയുമ്പോൾ ആൻറ്റിസെപ്റ്റിക്കാണ്, ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ താഴെ ഒരു രസകരമായ കമൻറ്റ് വന്നിട്ടോ, എല്ലാം ആൻറ്റി ആണല്ലോ എന്നും പറഞ്ഞ്. അപ്പോൾ എനിക്ക് ചിരി വന്നത് വായിച്ചിട്ട്. എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ആൻറ്റിയാണ്. പിന്നെ നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്. എല്ലാത്തിലുപരി നമുക്ക് കുങ്കുമപ്പൂവിൽ കിട്ടിയതുപോലെ തന്നെ നാച്ചുറൽ ഗ്ലോ. ഇപ്പോൾ നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ചൂടിനെ പ്രതിരോധിക്കാനും ആ ഉള്ള കളറ് പോകാതിരിക്കാനും നാച്ചുറൽ ഗ്ലോ കിട്ടുന്നതിനും എല്ലാം
അവരുപയോഗിക്കുന്ന പച്ചമഞ്ഞളാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കിട്ടും. അതിലുപരി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് മുഖക്കുരു സംബന്ധമായ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് തുടങ്ങിയുള്ള പ്രശ്നങ്ങൾക്കും എല്ലാം പരിഹാരമാണ് കേട്ടോ. ഇതാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കുങ്കുമപ്പൂ ഭയങ്കര വിലയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ അതൊക്കെ വളരെ കുറച്ചെടുത്താൽ മതി. ഒരു 3 തണ്ട് എടുത്താൽ മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. ഇത് നമുക്കൊരു ചെറിയ ചൂടുവെള്ളത്തിൽ, വലിയ ചൂടൊന്നും വേണ്ട കേട്ടോ, ചെറിയ ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ വെള്ളത്തിലിട്ട് ഒരു 1/2-3/4 മണിക്കൂർ അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് അതിനെ ഉടച്ച് ആ വെള്ളം നമുക്ക് 3 സ്പൂൺ അലോവേറ ജെല്ലെടുക്കുക, അതിലേക്ക് ഒഴിക്കുക കേട്ടോ. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾ. അപ്പം ഞാൻ ഈ പറയുന്ന എന്തിലെങ്കിലും നിങ്ങൾക്ക് അലർജിയോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 1/2 സ്പൂൺ നല്ല മഞ്ഞൾ കേട്ടോ, നമ്മൾ വാങ്ങി ഉണക്കി പൊടിച്ചു കൊടുത്ത് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. അത് നമുക്ക് ഇടാം, 1/2 സ്പൂൺ മതിയേ. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ 1 ടാബ്ലറ്റ്സ് വേണം. ഇനി ഈ വെള്ളത്തിന് പകരം നമുക്ക് റോസ് വാട്ടറിലും ഇത് നമുക്ക് കുതിർത്താട്ടോ സോക്ക് ചെയ്ത് വെക്കാം. ഏത് നമ്മുടെ കുങ്കുമപ്പൂ. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നിങ്ങളവിടെ എടുത്തു വെച്ചോളൂ. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾക്കിത് മുഖത്തെല്ലാം കുളി കഴിയുമ്പോൾ എപ്പോഴും മുഖം വാഷ് ചെയ്തിട്ട് വേണേ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ. എന്നിട്ട് നമുക്കൊരു കുളിയൊക്കെ കഴിയുമ്പോൾ ഇതെല്ലാം ഇത് മുഖത്തും കഴുത്തിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 1/2-3/4 മണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കിടക്കാം കേട്ടോ. ഇതാണ് ആദ്യത്തെ എൻ്റെ പോസ്റ്റ്. അപ്പോൾ ജെൽ പാക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന 2 നമുക്ക് ഉപയോഗിക്കേണ്ട രീതിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതിന് നമുക്ക് വേണ്ടത് തേനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ 2-3 തണ്ട് എടുത്ത് വെള്ളത്തിലോ റോസ് വാട്ടറിലോ കുതിർത്ത് വെക്കണം കേട്ടോ. കുറച്ച് വെള്ളത്തിൽ മതി, അധികം വേണ്ട. എന്നിട്ട് ഇത് ഇപ്പം അതിപ്പോൾ 1 സ്പൂൺ ഉണ്ടല്ലോ, 1 സ്പൂൺ വെള്ളത്തിൽ നമ്മൾ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ ഇത് കുതിർത്ത് വെച്ചതിലേക്ക് 1 സ്പൂൺ തേനും കൂടെ ഒഴിച്ച് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ കുങ്കുമപ്പൂവിൻ്റെ ഗുണവും തേനിൻ്റെ ഗുണം, തേനെന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല മോയ്സ്ചറൈസറാണ് അല്ലേ. നേരത്തെ പറഞ്ഞു വിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഏജിങ് തുടങ്ങിയ എല്ലാ ആൻറ്റിയും അതിൻ്റെ അകത്തുണ്ട്, തേനിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, അലോവേറ ജെല്ല് അല്ലെങ്കിൽ നല്ല മഞ്ഞൾ കിട്ടിയില്ല, നല്ല അലോവേറ ജെല്ലില്ല എന്നൊക്കെ വിഷമിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാവുന്ന ഒന്നാണ് ഇത്. അപ്പം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിത് ഉണ്ടാക്കിയാൽ മതിയല്ലോ, നേരത്തെ ഉണ്ടാക്കി വെക്കണ്ട. പിന്നെ അടുത്ത വേറൊരു എളുപ്പത്തിലുള്ളത് പാല് വെച്ചാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ 1 സ്പൂൺ പാലിലേക്ക് 3 തണ്ട് പിന്നെ കുങ്കുമപ്പൂ ഇട്ടവിടെ വെച്ചിരിക്കുക. 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു നുള്ള് ഷുഗറും കൂടെ ഇട്ടേരെ, പഞ്ചസാരയും കൂടി ഇട്ടേരെ. അപ്പോൾ പാല്, പഞ്ചസാര, കുങ്കുമപ്പൂ, ഈ 3 ഐറ്റമാണ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്തോളൂ. നമ്മുടെ ആ നാച്ചുറലായിട്ടുള്ള ഗ്ലോയും കളറും ഒക്കെ നിലനിൽക്കുന്നതിന് ഏറ്റവും നല്ല 2-3 പാക്കുകളാണിത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എന്നെ വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് വരും. കുറേ നാൾ ലൈക്ക് ചെയ്യാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. അതുകൊണ്ട് ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്നെ വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.